ഇന്നേ ദിവസം എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ മക്കളുടെ ഉന്നതമായ പദവി സ്വന്തമാക്കാൻ വേണ്ട കൃപാവരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സോളെ 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. 3.5 വർഷക്കാലം പരസ്യ പ്രവർത്തനങ്ങൾക്ക് ശേഷം താൻ അരുളി ചെയ്തതുപോലെ വിജാതികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്ത് സ്വർഗാരോഹണം ചെയ്യുകയും ചെയ്തു. വീണ്ടും പതിറ്റാണ്ടുകൾക്ക് ശേഷം കർത്താവ് തൻ്റെ പ്രേക്ഷിത വര്യനായി തിരഞ്ഞെടുത്ത സാവൂളിനെ പൗലോസാക്കി മാറ്റി. ആ പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തൻ്റെ പുത്രൻ്റെ സഹവാസത്തിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. തൻ്റെ പുത്രൻ്റെ സഹവാസത്തിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സഹോദരങ്ങളെ, ഇതിൻ്റെ അർത്ഥം പല പ്രാവശ്യം കേട്ടാലും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മകനെയോ മകളെയോ വിവാഹം കഴിപ്പിക്കുമ്പോൾ നമ്മുടെ മകളുടെ വിവാഹ ദിവസം അവൾ ഭർത്താവിൻ്റെ സഹവാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ മകൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ അവളുമായിട്ടുള്ള സഹവാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. അവൾക്ക് ഒരു പുതിയ ഭവനം ലഭിക്കുകയാണ്. പുതിയ ബന്ധങ്ങൾ ലഭിക്കുകയാണ്. ഇതുപോലെ പുത്രൻ്റെ സഹവാസത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ സഹവസിക്കുവാനുള്ള വലിയ വിളിയാണ് ദൈവം പുത്രനായ യേശുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ദൈവം വിശ്വസ്തനാണ് എന്നാണ് ദൈവത്തെ അനുഭവിച്ച, ദൈവദർശനം ലഭിച്ച, ദൈവത്തിൻ്റെ കരസ്പർശമേറ്റ, ദൈവത്തിൽ നിന്ന് സ്ഥിരം സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്ന പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, പുത്രൻ്റെ സഹവാസത്തിലേക്കാണ്, യേശുവിൻ്റെ സഹവാസത്തിലേക്ക്, യേശുവിനോടുകൂടെ സഹവസിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പുരുഷൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ, വിവാഹത്തിൻ്റെ മുന്നോടിയായിട്ട് സ്ത്രീയെ, പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ അവൾക്ക് കോങ്കണ്ണാണ്, കൊമ്പലാണ്, വികൃത രൂപിയാണ്, കൈയും കാലുമൊക്കെ വളഞ്ഞിരിക്കുകയാണ്, നടു വളഞ്ഞ് കൂനുള്ള ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ കിളവിയാണ്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അവളെ വിവാഹം കഴിക്കുകയില്ല. പണമുണ്ട്, പ്രതാപമുണ്ട്, ജോലിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും ശരി, വിരൂപിയായ ഒരു സ്ത്രീയെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ മിക്ക പുരുഷന്മാരും വിവാഹം കഴിക്കുന്നതിൽ വിസമ്മതിക്കും. കാരണം നമ്മുടെ മനസ്സിന് ഇണങ്ങിയിട്ടില്ല. സഹോദരങ്ങളെ, യേശുവിൻ്റെ അവസാന വരവിലും സംഭവിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. യേശുവിൻ്റെ സഹവാസത്തിലേക്ക് വിളിക്കുവാനായി യുഗാന്ത്യത്തിൽ രണ്ടാമത് വീണ്ടും വരുമ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ അനുസരിക്കാതെ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കില്ല എന്ന് പഠിപ്പിച്ചപ്പോൾ മദ്യപിച്ചുകൊണ്ട് നടക്കുന്ന, മദ്യപിച്ച് അനുതപിക്കുവാൻ പറഞ്ഞവർ അനുതപിക്കാതെ അഹങ്കാരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചപ്പോൾ സ്വന്തം ഭാര്യയെപ്പോലും സ്നേഹിക്കാൻ പറ്റാതെ, സ്വന്തം മക്കളെപ്പോലും സ്നേഹിക്കാൻ പറ്റാതെ, ധൂർത്തടിച്ച് അലസനായി, മദ്യപാനായി, സമൂഹത്തിൽ അങ്ങേയറ്റം മോശപ്പെട്ട ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, കർത്താവിൻ്റെ അവസാനത്തെ വരവിൽ, രണ്ടാമത്തെ വരവിൽ നമ്മെ കാണുമ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെടുമോ? ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ, പരമപരിശുദ്ധനായ ദൈവപുത്രൻ്റെ സഹവാസത്തിലേക്ക് ക്ഷണിക്കുവാൻ വരുമ്പോൾ നമ്മൾ അതിന് യോഗ്യരാണോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ച ദൈവസന്നിധിയിൽ സകല ലൈംഗിക വൈകൃതങ്ങൾക്ക് മേൽപ്പെടുകയും ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കൂട്ടിപ്പൊടുക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ പൈസയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന സ്ത്രീകളുണ്ട്. പണം സമ്പാദിക്കുവാനായിട്ട് പലവിധ മോശപ്പെട്ട ബിസിനസ്സുകൾ ചെയ്യുന്ന വ്യക്തികളുണ്ട്. യേശുവിൻ്റെ ആഗമനത്തിൽ നമ്മെ ക്ഷണിക്കുവാനായി വരുമ്പോൾ നമ്മൾ ആ സഹവാസത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ട യോഗ്യത നമുക്ക് ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇന്ന് ചിന്തിച്ചാൽ നാളെ ദുഃഖിക്കേണ്ട. സഹോദരങ്ങളെ, കർത്താവിൻ്റെ 1 കൊരിന്തോസ് 1:18 നമ്മൾ കാണുന്നുണ്ട്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കർത്താവിൻ്റെ കുരിശ് ഭോഷത്വമാണ്. നാശത്തിലൂടെ ചരിക്കുന്നവർക്കാണ്.
മദ്യപാനം, വ്യഭിചാരം, കൊലപാതകം, മയക്കുമരുന്നിന് അടിമകൾ, അത് വിൽക്കുക, സമൂഹത്തിൽ അങ്ങേയറ്റം മോശപ്പെട്ട ജീവിതങ്ങൾ നയിക്കുക, അശുദ്ധ പാപങ്ങളിൽ ഏർപ്പെടുക, ഇവർക്കൊക്കെ ഈ കുരിശ്, സഹനങ്ങൾ, വേദനകൾ, ഇതൊക്കെ അവർക്ക് വെറും ഭോഷത്വമാണ്. എന്നാൽ രക്ഷയുടെ മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളാവട്ടെ, എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുമെങ്കിൽ ഇന്നത്തെ തകർച്ചകൾ നാളെ ഉയർച്ചയായി കർത്താവ് രൂപാന്തരപ്പെടുത്തും. എന്നാൽ സഹോദരങ്ങളെ, ഈ തകർച്ചകൾ കണ്ട് മോശപ്പെട്ട ജീവിതത്തിലേക്ക് പോയി കഴിയുമ്പോൾ വചനം പഠിപ്പിക്കുന്നത് നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശ് വെറും ഭോഷത്വമാണ്. എന്നാൽ കുരിശ് രക്ഷയുടെ അടയാളമായി കർത്താവ് ഉയർത്തി. ആ രക്ഷയുടെ അടയാളമായി ഉയർത്തിയ കർത്താവിനോടുകൂടെ സഹവസിക്കണമെങ്കിൽ കർത്താവ് കൽപ്പിച്ച വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആരംഭിക്കണം. ഇപ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയാണ് കർത്താവ് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 5-4 വചനത്തിൽ പറയുകയാണ്, ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിനക്ക് ലഭിക്കും. സഹോദരങ്ങളെ, ഇടയന്മാരുടെ തലവൻ, ഇന്ന് ഒരുപാട് ഇടയന്മാരുണ്ട്. നമ്മുടെ രൂപതയിലുണ്ട്, നമ്മുടെ സഭയ്ക്കുണ്ട്, അവരുടെയൊക്കെ തലവൻ, ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒളിമങ്ങാത്ത ജീവന്റെ കിരീടം നമുക്ക് ലഭിക്കും. സഹോദരങ്ങളെ, ഈ ഒളിമങ്ങാത്ത ജീവന്റെ കിരീടം ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യത ലഭിച്ചവർക്കാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ ഒളിമ്പിക്സുകൾ അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചുകളൊക്കെ, വേൾഡ് കപ്പൊക്കെ നടക്കുന്ന സമയങ്ങളാണ്. ഇതിലൊക്കെ കഠിന പരിശ്രമങ്ങൾ നടത്തി അതിൽ മത്സരിക്കുന്നവരാണ് വിജയിയായി മാറുന്നത്. ഇതുപോലെ സഹോദരൻ, ഒളിമങ്ങാത്ത ജീവന്റെ കിരീടം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. കഠിനാധ്വാനം, ക്ഷമ, എളിമ, വിശുദ്ധി, മോശപ്പെട്ട ജീവിത മാർഗങ്ങളിലേക്ക് പോകാതിരിക്കുക, നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, ആർക്കും ഒരു ദ്രോഹം ചെയ്യാതിരിക്കുക, എളിമപ്പെടുക, വിശുദ്ധിയിൽ വളരുക, പ്രാർത്ഥനാ ജീവിതം നയിക്കുക. ഇങ്ങനെയാണ് ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം ലഭിക്കുമെന്ന വാഗ്ദാനം നമുക്ക് സ്വന്തമാകുന്നത്. അപ്പോൾ ഈ ഒളിമങ്ങാത്ത ജീവന്റെ കിരീടം, ഇന്ന് ഒരു വേൾഡ് കപ്പൊക്കെ നടക്കുമ്പോൾ ഒരു കപ്പ് നമുക്ക് കിട്ടും, ഒരു സ്വർണ്ണ കപ്പായിരിക്കാം. പക്ഷേ അത് നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയോ വ്യക്തികൾക്കോ കുറേ പണം സമ്പാദിച്ചു തരും, കുറേ പേര് സമ്പാദിച്ചു തരും. എന്നാൽ നമ്മൾ വിശുദ്ധിയിലൂടെ വളരുമ്പോൾ, ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ, ഒളിമങ്ങാത്ത മഹത്വത്തിൻ്റെ കിരീടം ലഭിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ നിത്യസമ്മാനമെന്ന്. യേശുവിൻ്റെ കൂടെ വസിക്കുവാൻ യോഗ്യത ലഭിച്ചവർക്ക് ലഭിക്കുന്ന ഈ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം സ്വന്തമാക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ക്രിസ്തുവിനോടുകൂടെ വാഴുന്നവനാണ് ഈ ലോകത്തിൽ വിജയം വരിക്കുന്നത്. അത് മരണാനന്തരം മരണത്തെ കീഴ്പ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ വാഴുമ്പോൾ ദൈവം വിശ്വസ്തനാണ് എന്നുള്ള വലിയ സത്യം, വചനത്തിൻ്റെ വലിയ ചുരുളുകളുടെ രഹസ്യം നമുക്ക് മനസ്സിലാകും. അപ്പോൾ എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ഈ ഷെയറിങ്ങിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് ഇത് ചാനൽ മുന്നോട്ട് പോവുക. അപ്പോൾ അതിലൂടെ ചിലപ്പോൾ ഒരു 10 പേരെങ്കിലും നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്കായിരിക്കും ചിലപ്പോൾ മാനസാന്തരമോ വിശുദ്ധീകരണമോ ഉണ്ടാവുക. അത് നമ്മിലൂടെയാണോ എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഒരു വിത്ത് പോലെയാണ് ദൈവവചനം. ഒരു വിത്ത് വിതയ്ച്ചാൽ അത് വളർന്നു വന്ന് അനേകം ഫലം നൽകുന്നത് പോലെ ഈ വചനമാകുന്ന വിത്ത് ചില മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്ന അധാർമികമായ ചിന്തകൾ, അസ്വസ്ഥതകൾ, രോഗപീഠകൾ, ഇതെല്ലാം വിട്ടുപോകുന്നത് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ഭോഷത്വങ്ങൾ മാറി ഈ കുരിശ് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് എന്ന തിരിച്ചറിവ് ലഭിക്കുമ്പോഴാണ് എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും, അസ്വസ്ഥ
അസ്വസ്ഥതകളിൽ നിന്നും വിടുതൽ ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മിലൂടെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളിലൂടെയും ഒരാത്മാവെങ്കിലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരണമെങ്കിൽ സഹോദരങ്ങളെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യുക. അതിലൂടെയും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കർത്താവായ ഈശോയെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഈ വചനം കേൾക്കുന്ന സകലരും യേശുവിൻ്റെ സഹവാസത്തിലേക്ക് പ്രവേശിക്കുവാൻ അവർക്കെല്ലാവർക്കും യോഗ്യത ലഭിക്കട്ടെ. മരണ ദിവസം സ്വർഗത്തിൽ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാനുള്ള എല്ലാ കൃപാവരങ്ങളും ഈ വചനം കേൾക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.